ഹായ് ഹലോ. അതാ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചേച്ചിയുടെ മോളെ വളകാപ്പ്. അപ്പോൾ ചേച്ചി വല്യച്ഛൻ്റെ മോളാണ് ട്ടോ. അപ്പോൾ മോൾക്ക് 7-ാം മാസം ആയിട്ടുണ്ട്. അപ്പോൾ അവർ കാണാൻ വന്നതാണ് കുറച്ച് പേര്. മോളെ കൊണ്ടുപോയത് ബാംഗ്ലൂരാണ് ട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് പേര് കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫാമിലിയുള്ള ഞങ്ങളെല്ലാം ചേച്ചി ഏട്ടനും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ കുറേ പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് അവർക്ക് ഭയങ്കര പ്രാധാന്യമാണ് ഇത് എന്ന് വെച്ചാൽ ഈ ഒരു വളകാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെല്ലാം ഉള്ള പരിപാടിയാണല്ലോ ഇപ്പോൾ നമ്മളും എല്ലാം ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ എത്രയും 101 പലഹാരം അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവരും തോന്നും. അങ്ങനെ അത്രയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് പലഹാരം തന്നെയാണ് ട്ടോ. എന്നാലും കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആണ് നമ്മൾ വെച്ചത്. അപ്പോൾ 101 അവിടെ ആ നാട്ടിൽ 101 പലഹാരം വെക്കുമെന്നാ പറഞ്ഞത്. അപ്പോൾ എന്താ കുട്ടീൻ്റെ കഴുത്തിൽ മാലയെല്ലാം ഇട്ട് കൊടുക്കും ട്ടോ. പിന്നെ അവർ അവിടെ നിന്നുള്ള പൂ തന്നെ അവർ കെട്ടിയിട്ടെല്ലാമാണ് കുട്ടീൻ്റെ മുടിയിലെല്ലാം വെച്ച് കൊടുക്കൽ. അങ്ങനത്തെ ചടങ്ങെല്ലാം ഉണ്ട് ട്ടോ. എനിക്ക് ഭയങ്കര ഇതാണ് പ്രാധാന്യം. നമ്മളെ അച്ഛൻ്റെ പെങ്ങളാണത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തങ്ങളും കുട്ടിക്ക് ഇതാ ഇങ്ങനെ ഇത് മഞ്ഞളും ഇതും കൂടെ അങ്ങനെ കലക്കിയത് കുട്ടീനെ ഇങ്ങനെ ആരതി ഒഴിയണ മാതിരി എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ കുപ്പിവള ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഇത് ചന്ദനം കൊണ്ട് കൈക്കും നെറ്റിന് എല്ലാം വയറിൻ്റെ അടുത്തെല്ലാം നമ്മളിങ്ങനെ തൊടുമല്ലോ, കുറി തൊടുന്ന മാതിരി അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരം കൊടുക്കുന്നവർ മധുരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ചടങ്ങൊക്കെ കേട്ടോ. പലതരത കുട്ടീൻ്റെ ഏട്ടൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ വൈഫാണ്, ഡോക്ടറാണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ ഒരു കുറച്ച് പേര് ഒരു തലേന്ന് വന്നിട്ട് ഇങ്ങനെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവർ നിന്നതാണ്. അങ്ങനെ പിറ്റേന്ന് പരിപാടിയാണല്ലോ. അപ്പോൾ അതിന് അവർക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു ട്ടോ പരിപാടിയൊക്കെ. അപ്പം നമ്മളവിടെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഇപ്പോൾ എൻ്റെ മോൻ്റെ വൈഫിന് ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ട്ടോ. അപ്പം അതൊന്നും നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ അങ്ങനെ ഇവർ ചെയ്യുന്ന മാതിരിയുള്ള ആ പരിപാടിയല്ല, നമ്മൾ എല്ലാവരും ചെയ്യുന്ന മാതിരിയുള്ള ആ ഒരു പരിപാടി ചെയ്തതാണ്. അപ്പോൾ ഇതാ ഈ പലഹാരം അവർ കുറേ കൊണ്ടുവന്നിട്ട് തന്നെ നമ്മൾ കുറച്ചാണ് നിരത്തിയത്. പിന്നെ ഇവർക്ക് ഒരു പ്രധാന ഒരു ചടങ്ങുണ്ടെന്ന് വെച്ചാൽ ഒരു ഈ ഗിഫ്റ്റ് കൊടുക്കൽ. ഈ മോൻ്റെ ഈ കുട്ടീൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് ട്ടോ ആ പച്ച ബ്ലൗസ് ഇട്ട് ഞങ്ങൾ ഈ ഗിഫ്റ്റ് കൊടുത്തില്ലേ അവർ. അപ്പോൾ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുപ്പിവള, കുങ്കുമം, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ. അതെല്ലാവർക്കും ഇവിടെ ആരൊക്കെയാണോ വന്നത് അവർക്കെല്ലാവർക്കും ഈ ഒരു പാക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവർക്ക് പ്രാധാന്യമാണ്. അതങ്ങനെ കൊടുക്കണം എന്നാണ് പറയുന്നത് അവർ. അപ്പോൾ എന്താ എല്ലാവരും വള ഇട്ടിട്ട് കുട്ടീൻ്റെ അവളെ മോളെ കൈയെല്ലാം വേദനിച്ചിട്ട് ഒരു പച്ച കളറ് വള കുട്ടിക്ക് തീരെ ഇങ്ങനെ കുറച്ച് ടൈറ്റ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിടുമ്പോൾക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ വള നമുക്ക് അറിയുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മളൊന്നും അങ്ങനെ ആ വള ഇടൊന്നുമില്ല, മറ്റേ വളകളെല്ലാം കേട്ടോ ഇട്ടത്. അപ്പോൾ എന്താ എല്ലാവരും ഇങ്ങനെ മാറി മാറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മധുരം മറ്റേ മോളങ്ങനെ കഴിക്കൂല. അപ്പം പിന്നെ മധുരം അങ്ങനെ ആരും അധികം കൊടുത്തില്ല. മധുരം കൊടുത്താൽ ഞാൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ മധുരം വലിയ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പം പിന്നെ ആരും അങ്ങനെ മധുരം കൊടുക്കാനില്ല. മധുരം കൊടുക്കുമ്പോൾ പറഞ്ഞാൽ എല്ലാവരും കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെ അതാരും ഇതാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു നിർബന്ധത്തിന് ഞാൻ അവിടെ കൊണ്ടുവന്ന 1-2 സാധനം ഞാനെടുത്ത് വായിൽ വെച്ച് കൊടുത്തു. എന്തായാലും ഇത് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇത് കുറേ സമയം വരെ എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വന്നവർ മൊത്തം എല്ലാവരും ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരതി അത് ഒഴിയാൻ ഇങ്ങനെ അവർ വേണ്ടപ്പെട്ടവർ കുറഞ്ഞ ആൾക്കാരാണ് അത് ഒഴിഞ്ഞത് കേട്ടോ. നമ്മളെല്ലാവരും അത് ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ഫങ്ഷന് നല്ല അടിപൊളി. പിന്നെ എന്തെന്ന് പറയാൻ, നല്ല ഡാൻസും പരിപാടിയും ഭക്ഷണവും എല്ലാം ഒരു തകൃതിയായിട്ടുള്ള ഒരു പരിപാടിയാണ് ട്ടോ ആയത്. അപ്പോൾ ചില 7-ാം മാസത്തിൽ മോള് അവിടെ തന്നെയാണ് ആയത്. അപ്പോൾ ഇവളെ ഇങ്ങോട്ട് തീരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഒരു മാസം മുമ്പാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ അവർക്കും ആഗ്രഹമുണ്ട്, നമുക്കും ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ അത്
ഇത് ഇങ്ങനെ ചടങ്ങ് കഴിക്കണം എന്നുള്ളത്. അപ്പം എല്ലാം കൂടാണ് നമ്മൾ പറയില്ലേ കാണാൻ വരുത്തവും ഈ ഈ വളകാപ്പ് മറ്റുള്ള എല്ലാ പരിപാടിയും കൂടി ആ ഒരു ദിവസം ആ ഫംഗ്ഷന് ഒരു ദിവസം ആക്കിയതാണ് കേട്ടോ. അപ്പം നല്ല ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ. മോനും മോൾക്കും എല്ലാം ജോലി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറേ നാളായിട്ട് അവിടെ തന്നെയാണ്, ബാംഗ്ലൂർ തന്നെയാണ് അവർ സ്ഥിരമായിട്ട്. എന്ന് വെച്ചാൽ അച്ഛൻ കോഴിക്കോടുള്ളതാണ് കേട്ടോ, അമ്മ ബാംഗ്ലൂർ. അപ്പോൾ അവിടെ ഇങ്ങനെ അച്ഛൻ ജോലിക്കായിട്ട് ഇങ്ങനെ പോയപ്പം പിന്നെ ഈ മോളെ ഭർത്താവിൻ്റെ അമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവിടുന്ന് ഒരു കല്യാണം കഴിച്ച് അങ്ങനെ അവിടെ തന്നെ ഒരു സെറ്റിലായി. അങ്ങനെ 2 ആൺകുട്ടികളാണ് കേട്ടോ. 2 ആൺകുട്ടികൾക്കും നല്ല ജോലിയൊക്കെ ആണ് കേട്ടോ. മോൾക്കും ജോലിയുണ്ട്, അതേമാതിരി മറ്റേ മൂത്ത മോൻ്റെ വൈഫിനും 2 ആൺകുട്ടികൾക്കും എല്ലാം ജോലിയുണ്ട് കേട്ടോ. നല്ലൊരു ഫാമിലിയാണ് കേട്ടോ. എല്ലാം കൊണ്ടും നല്ലൊരിതാ. ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് വളകളും പിന്നെ കുറച്ച് മധുരം എനിക്ക് നിർബന്ധം. അത് എന്തായാലും മധുരം കൊടുക്കണം. ആരും കൊടുത്തില്ല കേട്ടോ, മധുരം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധമായിട്ട് അതിനെ കഴിപ്പിച്ചു. ഇനി ഒന്നും കൂടെ മതി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ചതാ ഞാൻ കഴിപ്പിക്കുന്നുണ്ട്. എന്തായാലും അവിടുന്ന് അമ്മയും അച്ഛനും എല്ലാം വീട്ടുകാരെല്ലാം കൊണ്ടുവന്നല്ലേ മോളെ കഷ്ണം എടുത്ത് കഴിച്ചോന്നും പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെതാ മോളെ ഹസ്ബൻഡാണ് കേട്ടോ അത്. അപ്പം ഇത് ഇവർ രണ്ടാളെയും നിർത്തിയിട്ട് പല ചടങ്ങുകളും ഉണ്ടായിട്ട് കുറേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പല ചടങ്ങുണ്ട്. അവർ അതേമാതിരി പലതും ഇങ്ങനെ ഈ മോളെ ഹസ്ബൻഡിന് ഇങ്ങനെ ഓരോന്ന് തലയിലെല്ലാം ഒഴിഞ്ഞ് അവരെ ഒരു നമ്മൾ ആശീർവദിക്കില്ലേ അതേ രീതിയിലെല്ലാം ചെയ്യും കേട്ടോ. ഇതാ ചേച്ചീൻ്റെ മോനാണ് കേട്ടോ. പിന്നെ തബല നല്ലോണം വായിക്കും കേട്ടോ. അപ്പോൾ നല്ലോണം അവനാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് പരിപാടിയിൽ അടിപൊളിയാക്കിയ ഒരു താരം കേട്ടോ. ഇതും ജോലി പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിലേക്കാണ് ആള് തിരിഞ്ഞത്. പിന്നെന്താ ഒരു മോളും ഹസ്ബൻഡും ആണത്. നല്ല മോന് നല്ലൊരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫാമിലി പിന്നെ ഓരോരുത്തങ്ങളായിട്ട് ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ കുറേ സമയം വരെ നമ്മൾ അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മോൻ ഇവിടെ നല്ലോണം പാട്ട് പാടും കേട്ടോ. ഒരു നമ്മുടെ ഫാമിലിയിലെ ഒരാളെ ഫ്രണ്ടാണ്. ആ കുട്ടി ഒരുപാട് സമയം പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതാ ഏട്ടൻ്റെ കുട്ടികളും പിന്നെ വല്യച്ഛൻ്റെ മോനാണിത്. പിന്നെ മോളെ അച്ഛനാണ് ആ പച്ച ഇട്ടതില്ലേ നേരത്തെ. അപ്പോൾ എല്ലാവരും വന്നവർ പിന്നെ മൊത്തമായിട്ട് എല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ ഡാൻസ്. പിന്നെ എല്ലാവർക്കും ഡാൻസ് നന്നായിട്ട് ചെയ്യാൻ അറിയാം കേട്ടോ. ഇവരൊക്കെ ഡാൻസ് പഠിച്ചങ്ങളാണ്. അത്യാവശ്യം നല്ലോണം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഫംഗ്ഷനായാലും ഇവരിട്ട് കൊടുത്താൽ മതി, ഇവർ കൈകാര്യം ചെയ്തോളും. അപ്പോൾ അതാ ഇപ്പോൾ എല്ലാ കുട്ടികളും നമ്മളും എല്ലാം ഇറങ്ങിയിട്ട് നമ്മളൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ടതുണ്ട്, നമ്മളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. അപ്പോൾ കുട്ടികളതാണ് കാര്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ചെറിയ മോളിതാ ഇതൊക്കെ നല്ലോണം ഡാൻസ് ഇതുവരെ പഠിക്കാത്തൊരു കുട്ടിയാണ്. ആ ചെറുതില്ലേ അത് അനിയൻ്റെ മോളാണ് കേട്ടോ. എന്ത് നല്ലോണം കുഞ്ഞു ഡാൻസ് ചെയ്യുമെന്ന് അറിയാം. നമുക്ക് ഒരു അത്ഭുതമാണ് കുട്ടീൻ്റെ ഓരോ ഇതും കാണുമ്പോൾ. അപ്പം പരിപാടിയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ പലതരം ഫുഡൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബിരിയാണി, ഫ്രൈഡ് റൈസ്, പിന്നെ ഫിഷിൻ്റെ പല ഐറ്റംസ്, പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.